അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ശശി തരൂര് പറയുന്ന ഒന്ന് കേൾക്കണേ. മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തെ ചതിച്ചൊരു വ്യക്തിയാണ്. ഹിന്ദുക്കൾ എതിര് നിന്നു. അദ്ദേഹത്തെ നിരാഹാര സമരം എന്തിനായിരുന്നു? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത 55 കോടി, ആ കാലത്ത് 55 കോടി, ഇന്നതൊരു 550 കോടി വരെയായിരുന്നു. ആ 55 കോടി കൊടുക്കണം എന്ന് പറഞ്ഞാണ് നിരാഹാര സമരം നടത്തിയത്. എന്നിട്ടാണ് പട്ടേൽ അവസാനത്ത് സമ്മതിച്ച് ശരി പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ നിരാഹാര സമരം അവസാനിച്ചത്. അപ്പോ ഇവര് പറഞ്ഞു ഇയാള് മുസ്ലിംസ് വേണ്ടി നിൽക്കുന്ന ആളാണ്, ഇയാൾ ഹിന്ദുവാണ്, ഹിന്ദുക്കളുടെ ശത്രുവാണ് പറഞ്ഞാണ്. അങ്ങനെയുള്ള സംസാരം കേട്ടിട്ടാണ് ഗോഡ്സെ പോയിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശശി തരൂര് പറയുന്നത് കേട്ടല്ലോ. ഇനി നമുക്ക് ഗൂഗിളിൽ ജെമിനി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ചരിത്രം വളരെ കൃത്യമായിട്ട് ഗൂഗിളിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഒരിക്കലും അതിന് മാറ്റമുണ്ടാകില്ല. എത്ര വർഷങ്ങളായാലും ചില നേതാക്കന്മാരും അധികാരികളും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റാം. എന്തായാലും നമുക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ജെമിനിയോട് ചോദിച്ചു നോക്കാം. ജെമിനി, നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിലെ ഹിന്ദുക്കളെ ചതിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് 55 കോടി പാകിസ്ഥാന് ഗാന്ധിജി കൊടുക്കാൻ പറഞ്ഞത്? അതിൻ്റെ കാരണം വ്യക്തമാക്കണം. ഗാന്ധിജി ഹിന്ദുക്കളെ ചതിച്ചു എന്ന വാദം ചരിത്രപരമായ വസ്തുതകളെക്കാൾ ഉപരിയായി ചില രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഉയർത്തുന്ന ഒരു ആരോപണമാണ്. ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിലെ സങ്കീർണമായ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. താങ്കൾ ചോദിച്ച 55 കോടി രൂപയുടെ വിഷയത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 55 കോടി രൂപ നൽകാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട്? 1. ആസ്തി വിഭജന കരാർ. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്ന ആസറ്റ്സ് പങ്കുവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ടായിരുന്നു. ആകെ നൽകേണ്ടിയിരുന്ന 75 കോടി രൂപയിൽ 20 കോടി മുൻകൂറായി നൽകിയിരുന്നു. ബാക്കി നിൽക്കുന്ന 55 കോടി രൂപ നൽകുക എന്നത് കരാർ പ്രകാരമുള്ള ഒരു നിയമപരമായ ബാധ്യതയായിരുന്നു. 2. കശ്മീർ യുദ്ധവും ഇന്ത്യയുടെ നിലപാടും. 1947 പാകിസ്ഥാൻ കശ്മീരിൽ കടന്നുകയറിയതോടെ ഇന്ത്യ ഈ പണം നൽകുന്നത് തടഞ്ഞുവെച്ചു. ഈ പണം ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആയുധങ്ങൾ വാങ്ങുമെന്ന് ഇന്ത്യ ഭയപ്പെട്ടു. 3. ഗാന്ധിജിയുടെ നിരാഹാരം. ഈ സമയത്താണ് ഗാന്ധിജി നിരാഹാര സമരം തുടങ്ങിയത്. ഡൽഹിയിലെ വർഗീയ ലഹളകൾ അവസാനിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. എന്നാൽ അതോടൊപ്പം തന്നെ പാകിസ്ഥാന് നൽകാനുള്ള പണം കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗാന്ധിജി എന്തിനാണ് ഇതിൽ ഇടപെട്ടത്? അന്താരാഷ്ട്ര പ്രതിച്ഛായ കരാർ ലംഘിക്കുന്നത് പുതുതായി രൂപം കൊണ്ട ഇന്ത്യയുടെ ധാർമ്മികതയ്ക്കും അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിക്കുമെന്ന് അദ്ദേഹം കരുതി. സമാധാനം നിലനിർത്താൻ പണം നൽകാതിരിക്കുന്നത് പാകിസ്ഥാനിൽ കൂടുതൽ വിദ്വേഷമുണ്ടാക്കുമെന്നും അത് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും സുരക്ഷയെ ബാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഒരു പിതാവ് തന്റെ മക്കൾ വേർപിരിയുമ്പോൾ കാണിക്കേണ്ട നീതി എന്ന നിലയിലാണ് അദ്ദേഹം ഇതിനെ കണ്ടത്. ഇതൊരു ചതിയാണോ? ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇതൊരു ചതിയല്ല, മറിച്ച് ഗാന്ധിജിയുടെ സത്യസന്ധതയും അഹിംസാ സിദ്ധാന്തവും ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരു ശത്രുരാജ്യത്തിന് പണം നൽകുന്നത് ആത്മഹത്യാപരമാണെന്ന് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള നേതാക്കൾ പോലും കരുതിയിരുന്നു. ഈ തീരുമാനമാണ് നാഥുറാം ഗോഡ്സെയെ ഗാന്ധിജിയെ വധിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങളിലൊന്ന്. ചുരുക്കത്തിൽ ഗാന്ധിജി ചെയ്തത് ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള കരാർ പാലിച്ച് സമാധാനം ഉറപ്പാക്കാനാണ്. എന്നാൽ കശ്മീർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അത് ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിച്ചു. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായി ഗാന്ധിജിയും സർദാർ പട്ടേലും തമ്മിലുള്ള കത്തുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? അപ്പോൾ കേട്ടല്ലോ, വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജെമിനി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജെമിനി സാർ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കേൾപ്പിച്ച് തന്നു. ഒരിക്കലും ഗാന്ധിജി ഹിന്ദുക്കളെയോ ഇന്ത്യനെയോ ചതിച്ചിട്ടില്ല. നമ്മളൊരു നിയമങ്ങളും കരാറുകളും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നീതി പാലിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇന്ത്യ പുതിയതായിട്ട് പുനർജനിച്ചിട്ടുള്ളൂ, അതായത് പുതിയ കുട്ടീനെ പോലെ ജനിക്കുന്ന പോലെ പുതിയൊരു രാജ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്ന നിയമങ്ങളുണ്ട്, പറഞ്ഞ വാക്കുകളുണ്ട്. മനുഷ്യന് വാക്കാണ് വലുത്. അപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധി 2 മക്കൾ വേറിട്ട് നമ്മുടെ കുടുംബത്തിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ എന്താണോ അവരുടെ അവകാശം അത് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് നമ്മുടെ ശശി തരൂർ വന്നിട്ട് ഏതോ ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ കയറി ഇരുന്നുകൊണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് ആരിനെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ജാതി വിടൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. നമ്മുടെ ഗാന്ധിജി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതിന് കൃത്യമായിട്ട് ബുദ്ധിയുള്ളവർ ഉത്തരം തരുന്നു പ്രതീക്ഷിക്കുന്നു.